നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഹരി ഫോൺ അൺലോക്ക് ചെയ്ത് അരുണിന് കൊടുത്തു. എന്താ സാർ ഫോൺ നോക്കുന്നത്? ഹരി ചോദിച്ചു. ഒന്നുമില്ല ഹരി, രാജിയുടെ ഫോണ് കംപ്ലൈൻ്റ് ആയി. അവൾക്ക് പുതിയൊരു ഫോൺ വാങ്ങിക്കണം. ഏത് മോഡൽ വേണമെന്നാ കൺഫ്യൂഷൻ. ഹരിയുടെ ഫോൺ നല്ലതാണോ എന്ന് നോക്കാനാ. എങ്കിൽ ഇതുപോലത്തെ വാങ്ങിയാൽ മതിയല്ലോ, അരുൺ പറഞ്ഞു. ഹരി നിന്ന് വിയർക്കുന്നത് കണ്ട് അരുൺ ചോദിച്ചു. AC-യുടെ തണുപ്പ് പോരുന്നുണ്ടോ ഹരി? ഏയ്, തണുപ്പുണ്ട്. ഹരി പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് എടുത്ത് മുഖത്തെ വിയർപ്പ് തുള്ളികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെന്താ ഹരി വിയർക്കുന്നത്? അരുൺ ചോദിച്ചു. ഞാനിപ്പോൾ വന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ടാ, ഹരി പറഞ്ഞു. അരുൺ ഹരിയുടെ ഫോൺ വാങ്ങി പരിശോധിക്കാൻ തുടങ്ങി. ഹരി ടെൻഷൻ അടിക്കുന്നത് കണ്ട് അരുൺ ചോദിച്ചു. എന്താ ഹരി, ടെൻഷനുണ്ടോ? ഏയ്, ടെൻഷനൊന്നുമില്ല സാർ, ഹരി പറഞ്ഞു. അരുൺ ഹരിയുടെ ഫോൺ മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞ് തിരികെ കൊടുത്തു. ഈ ഫോൺ കുഴപ്പമൊന്നുമില്ല സാർ. ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, ക്യാമറ ക്വാളിറ്റി ഉണ്ട്, പിന്നെ മറ്റ് ഫെസിലിറ്റികളെല്ലാം കൊള്ളാം, ഹരി പറഞ്ഞു. ഹരി പൊയ്ക്കോ, അരുൺ പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞ് ഹരി അവിടുന്ന് പോന്നു. അരുണിൻ്റെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഹരി ആശ്വാസത്തോടെ ഒന്നവിടെ നിന്നു. ആ വീഡിയോ ഇതിൽ നിന്ന് മാറ്റിയത് എത്ര നന്നായി. സാറ് ഡിലീറ്റ് ചെയ്ത വീഡിയോകൾ നോക്കുമെന്ന് ഞാൻ വല്ലാതെ ഭയന്നു. അതുകൂടി ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം, ഹരി ചിന്തിച്ചു. എന്നിട്ട് അവിടുന്ന് അവൻ്റെ ക്യാബിനിലേക്ക് പോയി. അരുൺ ഫോൺ എടുത്ത് അമ്മുവിനെയും ദീപകിനെയും ഒന്നിച്ചു കണ്ടു എന്ന് പറഞ്ഞ സൂപ്പർവൈസറെ വിളിച്ചു. എടോ, താനല്ലേ പറഞ്ഞത് ആ വീഡിയോ ഹരിയുടെ ഫോണിലുണ്ടെന്ന്? കാണാനില്ലല്ലോ, അരുൺ ചോദിച്ചു. ഹരി സാർ വീഡിയോ എടുത്തിരുന്നതാ. വേണമെങ്കിൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകും, അയാൾ പറഞ്ഞു. ശരി, ഇനി ഇതുപോലെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അപ്പം തന്നെ എന്നെ വിളിക്കണം, അരുൺ പറഞ്ഞു. എന്നിട്ട് കോൾ കട്ട് ചെയ്തു. ഹരി അവൻ്റെ ക്യാബിനിലെത്തുമ്പോൾ അമ്മു അവിടെ ഉണ്ടായിരുന്നു. അവനെ കണ്ടതും അമ്മു ചോദിച്ചു. ഏട്ടനോടെല്ലാം പറഞ്ഞോ? വീഡിയോ കാണിച്ചു കൊടുത്തോ? നിങ്ങൾ ഇത്ര നേരം ഏട്ടൻ്റെ അടുത്തായിരുന്നില്ലേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, വീഡിയോ കാണിച്ചു കൊടുത്തിട്ടുമില്ല. എന്നാൽ നിൻ്റെ ഏട്ടൻ എന്തോ സംശയമുണ്ട്. എന്നോട് ഓരോന്ന് ചോദിച്ചു. ഇനി നീ എൻ്റെ കൂടെ സൈറ്റിലേക്ക് വരികയാണെങ്കിൽ ഇതുപോലെ അവൻ ഉണ്ടാക്കാൻ പാടില്ല. അല്ലെങ്കിൽ നീ വരണ്ട. നീ ചെയ്യുന്ന തെറ്റിന് കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല, ഹരി പറഞ്ഞു. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റല്ലേ, അമ്മു ചോദിച്ചു. നീ ഇപ്പോഴും റിയാലിറ്റിയിലേക്ക് വന്നിട്ടില്ല, അതുകൊണ്ടാ നിന്റെ തെറ്റ് മനസ്സിലാക്കാത്തത്. നിന്റെ വീട്ടുകാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ബന്ധ നീ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഹരി പറഞ്ഞു. ഏട്ടൻ എങ്ങനെയാ സാമ്പത്തിക അധികമില്ലാത്ത ഏടത്തിയെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചത്? എൻ്റെ കാര്യത്തിൽ മാത്രം അത് പറ്റില്ലെന്നാണോ, അമ്മു ചോദിച്ചു. അതെല്ലാം എന്നോടല്ല, നിന്റെ ഏട്ടനോട് പോയി ചോദിക്ക്, എന്ന് പറഞ്ഞ് ഹരി അവൻ്റെ വർക്ക് തുടങ്ങി. അമ്മു ദേഷ്യപ്പെട്ട് മുഖം വീർപ്പിച്ചിരിക്കുന്നത് കണ്ട് ഹരി പറഞ്ഞു. ഇന്നലെ ചെയ്യാൻ തന്ന വർക്ക് ചെയ്തു കഴിഞ്ഞിട്ടില്ലല്ലോ, അത് ചെയ്യ്. ഇന്ന് ആള് വരും. അമ്മു അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് അരുൺ വന്നു. അരുണിനെ കണ്ട് ഹരി എഴുന്നേറ്റ് എന്താ സാർ എന്ന് ചോദിച്ച് അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഹരി, സൈറ്റിൽ പോകുമ്പോൾ ഇനി അമ്മുവിനെ കൊണ്ടുപോകണ്ട. അമ്മ ഇവിടെ ഉള്ള വർക്കുകൾ ചെയ്താൽ മതി, അരുൺ പറഞ്ഞു. അതെന്താ ഏട്ടാ, എനിക്ക് സൈറ്റിലെ വർക്കുകൾ പഠിക്കണ്ടേ എന്ന് ചോദിച്ച് അമ്മു അവൻ്റെ അടുത്തേക്ക് ചെന്നു. നീ ഇപ്പോൾ ഇവിടെ ഉള്ള വർക്കുകൾ പഠിച്ചാൽ മതി. പിന്നെ അടുത്ത ആഴ്ച മുതൽ കുറച്ച് ദിവസം മറ്റൊരാൾ കൂടെ ഹരിയുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ വേണമെങ്കിൽ അമ്മുവിനെ കൂടെ കൂട്ടിക്കോ. അയാൾ വിദേശത്ത് പഠിച്ചതാ. അയാളുടെ കൂടെ കുറച്ച് ദിവസം വർക്ക് ചെയ്താൽ അവിടുത്തെ രീതികൾ മനസ്സിലാക്കാൻ അമ്മുവിന് കഴിയും. ഭാവിയിൽ ഉപകാരപ്പെടും, അരുൺ പറഞ്ഞു. ശരി സാർ, ഹരി പറഞ്ഞു. അമ്മു, പറയുന്നത് കേട്ടല്ലോ. സൈറ്റിലേക്ക് ഇനി നീ പോകണ്ട എന്ന് പറഞ്ഞ് അരുൺ അവിടുന്ന് പോയി. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ പൂരപ്പറമ്പിൽ നിന്നോ മറ്റോ വാങ്ങിയതാ. എനിക്കൊരു പാവയുണ്ടായിരുന്നു. കീ കൊടുത്താൽ ഓടുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്നത്. നിന്നെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത്, ഹരി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മു ദേഷ്യം വന്ന് പല്ല് കടിച്ച് ഹരിയെ നോക്കി. അതിനുശേഷം അവൻ ബോർഡിൽ വരഞ്ഞു വെച്ചിരുന്ന ഒരു വലിയ ഫർണിച്ചർ ഷോപ്പിൻ്റെ പ്ലാൻ അവൾ വലിച്ചു കീറി അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു. അമ്മു, നീ എന്താ ചെയ്തത്? നാളെ കൊടുക്കാനുള്ളതാ ഇത്. എൻ്റെ ഒരാഴ്ചത്തെ കഷ്ടപ്പാടാ നീ വലിച്ചു കീറി കളഞ്ഞത്, ഹരി അവളോട് ദേഷ്യപ്പെട്ടു. ഇരുന്ന് വരയ്ക്ക് എന്ന് പറഞ്ഞ് അമ്മു അവളുടെ സീറ്റിൽ പോയിരുന്നു. ബഹളം കേട്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റ് സ്റ്റാഫുകൾ അവിടെ വന്നു നോക്കി. എന്താ ഹരി, ഒരാൾ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല, ഹരി പറഞ്ഞു. അപ്പോൾ അവരെല്ലാം അവിടുന്ന് പോയി. അവൻ ദേഷ്യത്തോടെ അമ്മുവിനെ നോക്കിയ ശേഷം അവൾ വലിച്ചു കീറിയ പേപ്പറുകളെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു. എന്നിട്ട് പുതിയൊരു ഷീറ്റ് എടുത്ത് ബോർഡിൽ ക്ലിപ്പ് ചെയ്ത് വരയ്ക്കാൻ തുടങ്ങി. അമ്മു അവൾക്ക് കൊടുത്ത വർക്ക് ചെയ്ത് തീർത്ത് സന്തോഷത്തോടെ അതുമായി അരുണിൻ്റെ അടുത്തേക്ക് ചെന്നു.
ഏട്ടാ, എനിക്ക് ചെയ്യാൻ തന്ന വർക്ക് ഫിനിഷ് ചെയ്തു. ഇതൊന്ന് നോക്കൂ, അവൾ പറഞ്ഞു. നീ ഇത് ഹരിയെ കാണിക്ക്, അരുൺ പറഞ്ഞു. ഏട്ട നോക്കിയാൽ മതി, അമ്മു പറഞ്ഞു. ഈ ക്ലയൻറ്റിൽ നിന്ന് ഡീറ്റെയിൽസ് ഹരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നീ ഇത് ഹരിയെ കാണിക്ക്, അരുൺ പറഞ്ഞു. അവൾക്ക് വല്ലാതെ ദേഷ്യവും സങ്കടവും വന്നു. അവൾ അവിടുന്ന് എഴുന്നേറ്റ് അവളുടെ സീറ്റിലേക്ക് തന്നെ വന്നു. ഹരി അപ്പോൾ അവൻ്റെ വർക്കിലായിരുന്നു. എനിക്ക് തന്ന വർക്ക് ഫിനിഷ് ചെയ്തു, അമ്മു ഹരിയോട് പറഞ്ഞു. അവൻ അതൊന്ന് നോക്കിയ ശേഷം പറഞ്ഞു. ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം ആയിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ഉറപ്പിച്ചോ? നിങ്ങളിത് മനഃപൂർവ്വം പറഞ്ഞതല്ലേ, അമ്മു ചോദിച്ചു. ഞാൻ ഈ വർക്ക് തുടങ്ങിയിട്ട് കുറച്ചായി, അതുകൊണ്ട് ഒന്ന് നോക്കിയാൽ തന്നെ എനിക്ക് മനസ്സിലാകും. മാറ്റി വരയ്ക്ക് എന്ന് പറഞ്ഞ് ഹരി അവൻ്റെ വർക്ക് ചെയ്യാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് അമ്മു വീണ്ടും അവനോട് വരച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അത് നോക്കിയ ശേഷം പറഞ്ഞു. നീയും എൻജിനീയറിംഗ് അല്ലേ പഠിച്ചത്? കുറച്ചുകൂടി ക്രിയേറ്റീവായി ചെയ്യാൻ നോക്ക്. ചെറിയ കുട്ടികൾ ചിത്രം വരഞ്ഞ് കളിക്കുന്നത് പോലെയല്ല വരയ്ക്കേണ്ടത്. നിങ്ങളെന്നെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യല്ലേ, അമ്മു ചോദിച്ചു. ഞാൻ എന്തിന് നിന്നെ ഇൻസൾട്ട് ചെയ്യണം? അവരവരുടെ വീടിൻ്റെ പ്ലാനാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ആവശ്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതനുസരിച്ചാണ് അവർക്ക് വരച്ചു കൊടുക്കേണ്ടത്. നിന്റെ ഇഷ്ടത്തിന് കുറച്ച് ചതുരങ്ങൾ വരച്ചു വെച്ചാൽ അത് ക്രിയേറ്റിവിറ്റി ആവില്ല, ഹരി പറഞ്ഞു. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ തന്നെ ഇത് വരച്ചു കൊടുത്താൽ മതി. എനിക്ക് ഇനി ഇത് ചെയ്യാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് അമ്മ ആ പേപ്പറുകളും ബുക്കും എടുത്ത് അവൻ്റെ ടേബിളിലേക്ക് ഇട്ടു. ശരിക്കും നീ എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടമ്മോ. എത്ര ദിവസത്തെ എൻ്റെ കഷ്ടപ്പാടാ ഒറ്റ നിമിഷം കൊണ്ട് നീ വലിച്ചു കീറിക്കളഞ്ഞത്. വരയ്ക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് എൻ്റെ ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞാൽ നിന്റെ കാര്യം കഴിഞ്ഞു. ഇതിനെല്ലാം നിന്റെ അച്ഛനോട് മറുപടി പറയേണ്ടത് ഞാനാ, ഹരി പറഞ്ഞു. നിങ്ങളിവിടുത്തെ ജോലിക്കാരനാ, അപ്പം നിങ്ങളിതിനുള്ള മറുപടി പറയേണ്ടി വരും, അമ്മു പറഞ്ഞു. ശരിയാ, ഞാനിവിടെ ജോലി ചെയ്യാനാണ് വരുന്നത്. എൻ്റെ ജോലി ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട്. എന്നാൽ നീ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനു കൂടി ഉത്തരം പറയേണ്ടി വരുന്നത് ഞാനാ. എന്നെ നീ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. ഇത് സഹിക്കേണ്ട കാര്യം എനിക്കില്ല, ഹരി പറഞ്ഞു. സഹിക്കാൻ കഴിയില്ലെങ്കിൽ റിസൈൻ ചെയ്തു പോയേക്ക്, അമ്മു പറഞ്ഞു. അത് കേട്ട് വന്ന രാജശേഖരൻ പറഞ്ഞു. അമ്മു, ഹരിയോട് റിസൈൻ ചെയ്യാൻ പറയാൻ നീ ആരാ? നിന്നോട് ഇവിടെ പ്രാക്ടീസ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. കമ്പനി കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞിട്ടില്ല. കമ്പനി കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാനുണ്ട് ഇവിടെ. ഹരിയോട് സോറി പറയ്. അമ്മു രാജശേഖരൻ ഒച്ച വെച്ചത് കേട്ട് പേടിച്ചു നിൽക്കുകയായിരുന്നു. നിന്നോട് സോറി പറയാനാ പറഞ്ഞത്, രാജശേഖരൻ ഒന്നുകൂടി ഒച്ച വെച്ചു. രാജശേഖരൻ്റെ ഒച്ച കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫുകളും അവിടേക്ക് വന്നു. അവൾ പേടിച്ച് വേഗം ഹരിയോട് പറഞ്ഞു. സോറി. നീ പറഞ്ഞത് തെറ്റായിപ്പോയി, സോറി എന്ന് പറയ്, രാജശേഖരൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി ഹരിയേട്ടാ, സോറി, അമ്മു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സർ, അമ്മു എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നാളെ കൊടുക്കാനുണ്ടായിരുന്ന ഫർണിച്ചർ ഷോപ്പിൻ്റെ പ്ലാൻ ഒറ്റ നിമിഷം കൊണ്ടാണ് അമ്മു വലിച്ചു കീറിയത്. അത് പറഞ്ഞതിനാ അമ്മു ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിച്ചത്, ഹരി പറഞ്ഞു. പോട്ടെ ഹരി, അമ്മു വിവരമില്ലാതെ എന്തൊക്കെ പറഞ്ഞുവെന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് സ്റ്റാഫുകൾ പറയുന്നത് കേട്ടാ ഞാൻ ഇവിടേക്ക് വന്നത്, രാജശേഖരൻ പറഞ്ഞു. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല സർ, ഹരി പറഞ്ഞു. അമ്മു, ഹരിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ മര്യാദയ്ക്ക് വർക്ക് ചെയ്യ് എന്ന് പറഞ്ഞ് രാജശേഖരൻ അവിടുന്ന് പോയി. രാജശേഖരൻ പോയി കഴിഞ്ഞ് അമ്മു ഹരിയുടെ ടേബിളിലേക്ക് ഇട്ടുകൊടുത്ത ബുക്കും പേപ്പറുകളും എടുത്ത് അവളുടെ സീറ്റിലേക്ക് പോരാൻ ശ്രമിച്ചപ്പോൾ ഹരി പറഞ്ഞു. അവിടെ വെച്ചേക്ക്, എൻ്റെ ജോലികൾ ചെയ്യാൻ എനിക്കറിയാം. മാഡം ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി. അവൾക്ക് വല്ലാതെ കുറ്റബോധം തോന്നി. അവൾ തല താഴ്ത്തി അങ്ങനെ ഇരുന്നു. അവൻ അവൻ്റെ വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു. സോറി, ദേഷ്യം വന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, സോറി. ഹരി ദേഷ്യത്തോടെ അമ്മുവിനെ നോക്കിയ ശേഷം അവൻ്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്നു.